ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോണ കാര്യം കുറച്ചും കൂടെ റിലേറ്റബിൾ. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഇത് കുറേ അവരനുഭവിക്കുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് അവിടെ നിന്നുള്ള ഫുഡ് അത് കൊള്ളൂലായിരിക്കും. പക്ഷെ അത് നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അത് കഴിച്ച് ഞങ്ങളൊന്ന് സമാധാനമായിട്ട് വീട്ടിലോട്ട് ചെല്ലുന്ന വഴിവക്കിൽ കാണും കുറേ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും പിന്നെ കൂടെ പഠിച്ച ഫ്രണ്ട്സും കാണും. ഓക്കെ, ബോഡി ഷെയ്മിങ് ഇപ്പോൾ ആർക്കും വേണമെങ്കിലും ചെയ്യാമല്ലോ, അതിന് കൊച്ചൊന്നോ വലുതൊന്നും ഇല്ല. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വിഷു ആ ഒരു ടൈം പീരീഡ് നമുക്ക് ആ സമയത്ത് ആകെ ഒരു 15 ദിവസത്തെ അവധി ഉണ്ടായിരുന്നുള്ളൂ. ഏപ്രിൽ ആ ഒരു സമയത്ത് നമുക്ക് ഞാൻ ഒരു BSc MH സ്റ്റുഡൻ്റാണ്. മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 മാസത്തെ ലീവൊന്നുമില്ല. അപ്പോൾ ഒരു 15 ദിവസത്തെ ലീവ് കിട്ടി. അപ്പോൾ ഒന്ന് സമാധാനമായിട്ടൊന്ന് വീട്ടിലൊന്ന് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ സമയത്ത് വീടിനടുത്ത് ഒരു അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു സന്തോഷമായിട്ട് ഒരുങ്ങി ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ്, എൻ്റെ ഇഷ്ടത്തിനുള്ള മേക്കപ്പ്, എൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ പോയി. ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് പോയ ഞാനാണ്. ചെന്ന് കയറിയപ്പം തന്നെ ഇതെന്തൊരു കോലം, ഒരു തള്ളച്ചേൻ്റെ മുഖത്തേക്ക് പറയാനാ അങ്ങനെ തന്നെ അവർ വിളിക്കും. അവരെ മുഖം അവർ കണ്ണാടി പോയി നോക്കിയിട്ടല്ല അവർ പറയണം, ഒന്നെങ്കിൽ അവർ പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം ഇതെന്തൊരു കോലം, ഇങ്ങനെ തന്നെ അവരെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് കുഴപ്പം, എൻ്റെ ഡ്രസ്സിങ്ങിനാണോ കുഴപ്പം? ഡ്രസ്സിങ് അമ്പലത്തിലിട്ട് പാവാട ഉടുപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഒഴിഞ്ഞ മുടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ത് അമ്പലത്തിൽ എന്താ ഇത്ര പ്രശ്നം, എന്താ എൻ്റെ കുഴപ്പത്തിന് പ്രശ്നമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ തിരിച്ച് ഒന്ന് എനിക്ക് മറുപടി കൊടുക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. കാര്യം എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. എന്താ എനിക്ക് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി ഇവർ എല്ലാവരെയും, ഒരു കുട്ടിയെ മാത്രമല്ല പലവരും അനുഭവിച്ചു വരുന്ന ഒരു കാര്യം തന്നെയാണ് ബോഡി ഷെയ്മിങ്. കുറേ കുട്ടികൾ ഇപ്പോൾ വണ്ണം ഉണ്ടായിരിക്കും, വണ്ണം കുറവായിരിക്കട്ടെ, ഇത് 2 ആൾക്കാർക്ക് പ്രശ്നമാണ്. ചിലപ്പോൾ അവർക്ക് ഉള്ളിൽ അത് തട്ടി നിന്നിട്ട് ചിലപ്പോൾ മാനസികമായിട്ട് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എനിക്കറിയാം, ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റായ എനിക്കറിയാം കൗൺസിലിങ്ങും കാര്യങ്ങളും പിള്ളേർക്ക് ഇതിനു വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പം ബോഡി ഷെയ്മിങ് ചെയ്തിട്ട് അത്രത്തോളം അവരിങ്ങനെ താഴ്ത്തി ഇതാക്കുമ്പോഴത്തേക്കും അവർക്ക് ജീവിക്കാൻ തോന്നൂല. അങ്ങനെ കുറേ അവർക്ക് ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കില്ല ഒരു കാര്യത്തിന്. അവർ ഡ്രസ്സിങ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കിത് ചേരൂല, അങ്ങനത്തെ ഫീലിങ്സും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജീവിക്കാൻ ആ ഒരു കോൺഫിഡൻറ്റ് അവർക്ക് ഉണ്ടാവത്തില്ല. നിങ്ങളിങ്ങനെ വായി തോന്നുന്ന പോലെ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് ഇതെന്തൊരു കോലം എന്നൊക്കെ ഒരാളടുത്ത് ചോദിക്കുമ്പോൾ അത് അവർക്ക് മാനസികമായിട്ട് അത് ഹർട്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സമയത്ത് ഞാൻ ഇപ്പോൾ ഒന്ന് നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവരപ്പോൾ അവിടെ പറഞ്ഞുണ്ടാക്കിയേ അഹങ്കാരി, അവളങ്ങ് ദൂരെ പോയി പഠിച്ച അവൾ ഭയങ്കര അഹങ്കാരിയായി, അവൾ ധിക്കാരിയായി, അവളവിടെ പോയി കഞ്ചാവായി, അവൾ ഇതായി, അവൾ ഉണങ്ങിയിരിക്കണ കഞ്ചാവായിട്ടാണ് ഇന്നൊക്കെ വേണമെങ്കിൽ ആ നാട്ടുകാർക്ക് എന്ത് വേണോ ഉണ്ടാക്കി പറയാം. പക്ഷെ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് ഇതെന്തൊരു കോലം എന്നൊക്കെ ചോദിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഇപ്പം ഇവിടെ ഒരു എല്ലുണ്ട് കേട്ടോ, ഈ എല്ലൊക്കെ തള്ളിയിരിക്കണം. എൻ്റെ പൊന്നിട എന്തൊക്കെ കേൾക്കണം എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഇപ്പോൾ കുറേ കേട്ടിട്ടുണ്ട്, ഉണങ്ങിയിരിക്കണതിന് വേറെ പല വാക്കിലൊക്കെയാണ് എൻ്റെ നാട്ടുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതിനോട് എന്തോന്നായി, എൻ്റെ ശരീരത്തിലോട് ഞാൻ എന്തോന്നായിപ്പോയി. എനിക്ക് പൊക്കം മാത്രമേ ഉള്ളൂ, ഞാൻ എപ്പോഴും ഉണങ്ങിയാണ് ഇരിക്കുന്നത്, ഈ ചിന്താഗതി എനിക്ക് വന്ന്. അപ്പം വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ജിമ്മിൽ പോകണം, ഉണങ്ങിയിരിക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ എന്തോന്നായി, ഭയങ്കര ഞാൻ വെറും ഇതായിട്ട് മാറി, കാണാൻ കൊള്ളൂല, ആ ഒരു മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഉണങ്ങിയിരുന്ന എന്താ കുഴപ്പം, എനിക്ക് ഷുഗർ ഇല്ല, BP ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഓടിച്ചാടി പയർ മണി പോലെ തന്നെ നടക്കുന്നത്, എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ഇങ്ങനെ നടന്നാൽ മതി. അതിന് ഈ നാട്ടുകാർക്ക് എന്താ, ഞാൻ തിന്നുന്നുണ്ട് അത്യാവശ്യം, ആ പറയണ ആളിനെക്കാളും അത്യാവശ്യം കൂടുതൽ തിന്നുന്ന ആളാണ് ഞാൻ. ഓവറായിട്ട് വണ്ണം വയ്ക്കുന്ന ആൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കും, മെലിഞ്ഞിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഓരോരുത്തർ ശരീര പ്രകൃതി ആയിരിക്കും അതെന്തെങ്കിലും തിന്നാൽ ചിലപ്പോൾ വണ്ണം വയ്ക്കുന്നതും, ചിലപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. വണ്ണം വയ്ക്കണം, വണ്ണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കണം ഓരോരുത്തർ ഇഷ്ടമാണ്. അത് നിങ്ങളത് മനസ്സിലാക്കണം. ചുമ്മാ ഓരോരുത്തരെ കയറി എന്തോന്ന് ഉണങ്ങിയിരിക്കണമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കേണ്ട കാര്യമില്ല, വണ്ണം വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കേണ്ട കാര്യമില്ല, കറുത്തിരിക്കുന്നെന്ന് പറഞ്ഞ ആവശ്യമില്ല, വെളുത്തിരിക്കണം. കൊച്ചിലായിട്ട് ഞാൻ കേട്ട് വരുന്ന കാര്യമാണ് ഉണക്ക. വീട്ടിലെ അമ്മയും ചേച്ചി അത്യാവശ്യം വെളുപ്പാണ്, അവർക്ക് വണ്ണമുണ്ട്, അവർക്ക് അതിൻ്റെ കാര്യങ്ങളുണ്ട്. അതിൽ അച്ഛനും അമ്മയും ചേച്ചി എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിൽ ഏറ്റവും നിറം കുറഞ്ഞിട്ടും വണ്ണം കുറഞ്ഞിട്ടും വെളിഞ്ഞിട്ടിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അവരൂടെ ഞാൻ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കുന്ന ഒരേ ഒരു കാര്യം മാത്രം ഇതാണ്, നീ ആ വീട്ടിലുള്ളതാണോ എന്ന്.
അപ്പോൾ ഒരു കുട്ടീൻ്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ എന്തൊരു അഴുക്ക സമൂഹമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സാരി ഉടുത്താൽ പോലും ഇത് എന്ത് ഒരു കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കും പോണത്. നല്ല രസമാണ് കാണാൻ. കണ്ണാടി വെക്കുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആണ്, സാരി ഉടുത്തപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. അതെന്നും പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അയ്യേ ഇത് എന്തൊരു ഒട്ടിച്ച് വെച്ചേക്കണം ഇതില് എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം ഒരാളെ മുഖത്ത് നോക്കിയിട്ട്. അപ്പം മൂഡ് മൊത്തത്തിൽ പോവുകയാണ് ചെയ്യണത്. പക്ഷേ ഞാൻ ഇപ്പോൾ പെർഫെക്റ്റ് ആണെന്ന് എനിക്കറിയാം, നിങ്ങളിൽ എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് കേട്ടും കൊണ്ട് തളർന്ന് നിങ്ങളെ ശരീരത്തെയോ നിങ്ങൾക്ക് നടക്കാനുള്ള രീതിയാണോ അതോ നിങ്ങൾ വെറുക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മോഡലിംഗ് ആവണം, അങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കുന്ന ഒരു ആഗ്രഹമാണ് എനിക്ക്. അങ്ങനെയൊക്കെ ഡ്രസ്സ് ധരിച്ചും കൊണ്ട് ആ വീട്ടിൻ്റെ ആ പരിസരത്തൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ പറയണത് വേറെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ സമൂഹത്തെയോ നമ്മുടെ നാട്ടുകാരെയോ ബന്ധുക്കളെ നമുക്ക് മാറ്റാനേ പറ്റത്തില്ല. അവരെന്ത് വേണോ പറഞ്ഞോട്ടെ, അവരെ കാര്യം അവർ പെർഫെക്റ്റ് ആക്കിയിട്ടല്ല നമ്മളടുത്ത് പറയുന്നത്. നമ്മൾ ഓരോ വ്യക്തിയുടെ ആഗ്രഹമോ സ്വപ്നമോ അവർക്ക് എന്താണ് പ്രശ്നം അതൊന്നും അവർക്കറിയത്തില്ല. അവർക്ക് ചുമ്മാ വായി തോന്നി വിളിച്ച് പറഞ്ഞാൽ. ഇപ്പം ഞാൻ എത്ര വായിട്ടലച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ സമൂഹം ഒന്നും മാറാൻ പോണില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും മൈൻഡ് ആക്കാതെ നമ്മളെ ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുക, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് നമുക്ക് നടക്കാം. ഇനിയിപ്പോൾ വണ്ണമുള്ളവരെ അവരിഷ്ടത്തിന് ധരിച്ചോട്ടെ, ഉണങ്ങിയിരിക്കണം അവരിഷ്ടത്തിന് ഡ്രസ്സും കാര്യങ്ങളും ധരിച്ചോട്ടെ. അത് മറ്റുള്ളവർ അതിനെ ചോദ്യം ചെയ്യുമ്പോഴും അതിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുമ്പോഴുമാണ് ഇത്തരം പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ മാത്രമല്ല ഇത് അനുഭവിക്കുന്നത്, എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഴിയുന്ന ബോഡി ഷേമിങ്. വണ്ണമുള്ളവർക്ക് അതിൻ്റെതായ പ്രശ്നം, ഉണങ്ങിയിരിക്കുന്ന അതിൻ്റെതായ പ്രശ്നം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടുകാരെയും ആരെയും മാറ്റാൻ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് കിട്ടിയ ഒരു ജീവിതം, ദൈവം തന്ന ഒരു രൂപവും നിറവും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അത് വെച്ചിട്ട് നല്ല സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് ജീവിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്.